friends, welcome back to my channel, your online teacher Malayalam. So plus 1 statistics il nammal ഒരുപാട് problems പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. സോ ആ ഒരു പ്രോബ്ലംസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതും ഏത് പഠിക്കണം പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് എക്സാമിന് വരിക എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും ഉണ്ടാകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പഠിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. പാർട്ട് 2 വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓൾസോ നമ്മൾ പ്ലസ് 1 എക്കണോമിക്സ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് 40 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണല്ലോ വരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ നമ്മളൊരു ഓൺലൈൻ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന ഒക്ടോബർ 22 അതുപോലെ തന്നെ ഒക്ടോബർ 23 രാവിലെ 10 മണി മുതൽ 11 മണി വരെ 1 മണിക്കൂറിൻ്റെ ക്ലാസ് ആണ് ഉണ്ടാകുക. ഓൺലൈൻ ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ ആയിരിക്കും ഉണ്ടാകുക. അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 250 റുപ്പീസാണ്. സോ അതിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾ ആ ഒരു പ്രോബ്ലംസും കാര്യങ്ങളും ഒന്നും കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരില്ല. വളരെ സിമ്പിളായിട്ട് ഏതൊക്കെ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണം, ഏതൊക്കെ വേണ്ട എന്നുള്ളതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് നമ്മളവിടെ നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. ഈ ഒരു നമ്പറിൽ നിങ്ങളുടെ ഫുൾ നെയിമും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റും വാട്സപ്പ് ചെയ്യുക. ഈ വരുന്ന 22 23 ആയിരിക്കും ക്ലാസ് ഉണ്ടാകുക. വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ക്ലാസ് ആയിരിക്കും. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. 40 മാർക്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പാകത്തിന്. ഓക്കെ, സോ ആ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ വാട്സപ്പ് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ ഒരു PDF എന്ന് പറയുന്നത് ഇതിലൊരു 28 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു PDF ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പിന്നെ നിങ്ങൾ പ്രോബ്ലം പഠിക്കാൻ വേണ്ടിയിട്ട് തിയറി ഇല്ല, പ്രോബ്ലംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പ്രോബ്ലംസ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പിന്നെ വേറൊരു ടെക്സ്റ്റോ വേറൊരു ഗൈഡോ ഒന്നും തന്നെ റെഫർ ചെയ്യേണ്ടി വരില്ല. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു PDF വേണ്ട ആളുകൾ ഈ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ 6238917889 എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ വാട്സപ്പിലൂടെ ഈ ഒരു നോട്ട് ഷെയർ ചെയ്ത് തരുന്നതാണ്. അവിടെ നിങ്ങൾക്കിത് പ്രിൻ്റ് എടുത്ത് ഇതിൽ ഓരോ പ്രോബ്ലംസും ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ ഓൺലൈൻ വർക്ക്ഷോപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 4 ചോദ്യമാണ് ചെയ്ത് നിർത്തിയിരുന്നത്. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് 5ാമത്തെ ചോദ്യം മുതലാണ്. ഓക്കെ, 5ാമത്തെ ചോദ്യം നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഡേറ്റ ഓഫ് വീക്ക്ലി വേജസ് ഓഫ് 7 വർക്കേഴ്സ് കമ്പ്യൂട്ട് മീഡിയൻ വേജ്. മീഡിയൻ വേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നോക്കാം. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ വേജസ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും ഒക്കെ പല പല ഇക്വേഷൻസും പല പല രീതിയാണ് വരുന്നത്. എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്കിവിടെ ഇൻഡിവിജ്വൽ സീരീസ് തന്നിട്ടുള്ളത് ഒരു കാര്യം മാത്രമേ തന്നിട്ടുള്ളൂ. 148 80 90 155 200 145 എന്ന് പറഞ്ഞിട്ട് കുറച്ച് വേജസ് തന്നിരിക്കുന്നു. അതിലെ മീഡിയൻ വേജ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അരിത്തമെറ്റിക് മീൻ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മീൻസ് അസെൻഡിങ് ഓർഡറിലേക്കൊന്നും ആക്കണ്ട. പക്ഷേ എപ്പോഴൊക്കെ നമ്മളോട് മീഡിയൻ ആയിക്കോട്ടെ, ക്വാർട്ടൈൽസ് ആയിക്കോട്ടെ, ഡിസൈൽസ് ആയിക്കോട്ടെ, പെർസെൻറ്റൈൽസ് ആയിക്കോട്ടെ, ഇതൊക്കെ കാണാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? അത് അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ ആക്കാം. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യത്തെ ചെറുത് ചെയ്താൽ 80 അല്ലേ? സോ 80 എഴുതി. പിന്നീട് 90 എഴുതി. ദെൻ 100 145 148 155 200 എന്നുള്ള രീതിയിൽ ഇതിനെ അസെൻഡിങ് ഓർഡറിലാക്കി. ഇനി നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇക്വേഷൻ എന്താണ്? മീഡിയൻ ഈക്വൽ സൈസ് ഓഫ് n+1/2th ഐറ്റം. ഈ ഇക്വേഷൻസ് കാണാതെ പഠിക്കണം കേട്ടോ. മീഡിയൻ ഈക്വൽ സൈസ് ഓഫ് n+1/2th ഐറ്റം എന്നുള്ളതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. സോ സൈസ് ഓഫ് ഇവിടെ എത്ര ഐറ്റംസ് ഉണ്ട്? 1 2 3 4 5 6 7 7 ഐറ്റമാണുള്ളത്. സോ n എന്നുള്ള സ്ഥാനത്ത് 7 കൊടുക്കുക. സോ 7 + 1/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 8/2. 8/2 എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ 4ാമത്തെ ഐറ്റം ഇതിൽ ഏതാണോ അതായിരിക്കും മീഡിയൻ വേജ്. സോ 1 2 3 4 4ാമത്തെ ഐറ്റം ഏതാണ്? 145 ആണ് 4ാമത്തെ ഐറ്റം. സോ മീഡിയൻ വേജ് എന്ന് പറയുന്നത് 145 ആണ്. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അത് ഇൻഡിവിജ്വൽ സീരീസിൽ. ഏതാ ഡിസ്ക്രീറ്റ് സീരീസിൽ മീഡിയൻ എങ്ങനെ കാണാമെന്ന് നോക്കാം. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു വേരിയബിളും തന്നിട്ടുണ്ടാകും, ഓൾസോ നമുക്ക് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടാകും. എക്സും എഫും തരുമ്പോഴാണ് അത് ഡിസ്ക്രീറ്റ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസിലും
ഇക്വേഷൻ സെയിം ആണ്, സൈസ് ഓഫ് n+1/2th ഐറ്റം തന്നെയാണ്, പക്ഷേ ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. ചോദ്യം നോക്കി, ഫ്രം ദ ഫോളോയിങ് ഡേറ്റ ഫൈൻഡ് ദ വാല്യൂ ഓഫ് മീഡിയൻ. മീഡിയൻ്റെ വാല്യൂ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻകം തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് പേഴ്സൺസ്, നമ്പർ ഓഫ് എന്ന് പറഞ്ഞ് തരുന്നതാണ് ഫ്രീക്വൻസി. അപ്പോൾ ഇതിനെയും എന്ത് ചെയ്യണം, അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റാം. 75 ആണ് ചെറുത് അല്ലേ, സോ 75, 100, 140, 190, 200, 260, എന്നിട്ട് അതിൻ്റെ നേരെയുള്ള ഫ്രീക്വൻസി അതിൻ്റെ നേരെയാക്കി എഴുതാം. അത്രയും നമ്മൾ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്നാമതൊരു കോളം വേണം, അതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കോളം. ഓക്കെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കോളം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ നമ്മുടെ ഫ്രീക്വൻസി 15 ആണ്, സോ 15 എഴുതി. ദെൻ എന്താണ്, 15 + 24 ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം, അപ്പോൾ 39 കിട്ടി. ദെൻ ആ 39ൻ്റെ കൂടെ 25 ആഡ് ചെയ്യുക, അപ്പോൾ 64 കിട്ടി. ആ 64ൻ്റെ കൂടെ 30 ആഡ് ചെയ്യുക, അപ്പോൾ 94 കിട്ടി. അതിൻ്റെ കൂടെ 20 ആഡ് ചെയ്യുക, അപ്പോൾ 114 കിട്ടി. അതിൻ്റെ കൂടെ 6 ആഡ് ചെയ്യുക, അപ്പോൾ 120 കിട്ടി. ഓക്കെ, അങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ലാസ്റ്റ് നമുക്ക് 120 വരെ കിട്ടി. അങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കോളം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിലാണെന്നുണ്ടെങ്കിൽ മീഡിയൻ കാണാൻ മൂന്നാമതൊരു കോളം കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇക്വേഷൻ എന്താണ്, മീഡിയൻ ഈക്വൽ സൈസ് ഓഫ് n+1/2th ഐറ്റം. ഇതിൽ n എന്ന് പറഞ്ഞെടുക്കേണ്ടത് ഈ CFൻ്റെ ലാസ്റ്റ് ആണ് 120, ഇതാണ് n ആയിട്ട് എടുക്കേണ്ടത്. സോ 120 + 1/2th ഐറ്റം, 121/2 എന്ന് പറയുമ്പോൾ 60.5 ഫിഫ്ത്ത് ഐറ്റം എന്ന് കിട്ടും. സോ 60.5 എന്നുള്ളത് നമ്മൾ എവിടെ നോക്കാം, ഈ ഒരു CF കോളത്തിലുണ്ടോ എന്ന് നോക്കാം. CF കോളത്തിൽ എക്സാക്ട്ലി 60.5 ഇല്ല, പക്ഷെ നമുക്ക് മനസ്സിലാകും ഈ 39ൻ്റെയും 64ൻ്റെയും ഇടക്കാണ് 60.5 ഉള്ളത് അല്ലേ. അതായത് 39ലില്ല, സോ 64ൻ്റെ ഉള്ളിലായിട്ടാണ് ഉള്ളത്. സോ 64ൻ്റെ നേരെ ഏതാണ് വാല്യൂ കിടക്കുന്നത്, 140 അല്ലേ. സോ ഈ ഒരു ഡിസ്ക്രീറ്റ് സീരീസിൽ മീഡിയൻ എന്ന് പറയുന്നത് 140 ആണ്. അങ്ങനെയാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ മീഡിയൻ കാണുന്നത്. ഇനി മീഡിയൻ നമ്മൾ എങ്ങനെ കണ്ടിന്യൂസ് സീരീസിൽ കാണാം. കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ക്ലാസ് ആയിരിക്കും തന്നിട്ടുണ്ടാകുക, ക്ലാസ്സും ഫ്രീക്വൻസിയും കൂടി തരാണ്. കാൽക്കുലേറ്റ് മീഡിയൻ, ഇവിടെ മീഡിയൻ കാണും. ഇവിടെ മീഡിയൻ കാണുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മൂന്നാമതൊരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കോളം കണ്ടുപിടിക്കണം. അതിപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു. സോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കോളം കണ്ടതിന് ശേഷം നമ്മുടെ ഇക്വേഷൻ കൊടുക്കുക. ഇക്വേഷൻ എന്താണ്, ഇവിടെ വ്യത്യാസമുണ്ട്. ഇക്വേഷൻ സൈസ് ഓഫ് n/2th ഐറ്റം, n+1 അല്ല, n/2th ഐറ്റം. n എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഏറ്റവും ലാസ്റ്റ് ആണ്. സോ 125/2th ഐറ്റം 62.5 എന്നുള്ളത് കിട്ടി. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് 62.5 ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ 40യുടെയും 76ൻ്റെ ഇടയ്ക്കാണെന്ന് മനസ്സിലായി. സോ 76ൻ്റെ ഉള്ളിൽ 62.5 ഉണ്ട്. then അതിൻ്റെ നേരെ കിടക്കുന്ന ക്ലാസ് നോക്കാം, 30 to 50. ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് ഈ 30 to 40 ആണ്. ഇതിലാണ് നമ്മൾ നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. നമ്മുടെ ഇക്വേഷൻ ഇതാണ്, L + n/2 - CF/F × H. ഓരോന്നും എന്താ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. L എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൽ 30 to 40 എന്ന് പറയുന്നതായിരുന്നല്ലോ മീഡിയൻ ക്ലാസ്. അതിലെ ലോവസ്റ്റ് വാല്യൂ ഏതാണ്, 30. അപ്പോൾ അതാണ് L = 30. then n/2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 62.5. then CF ആയിട്ട് എടുക്കേണ്ടത് നോക്കാം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് എടുക്കേണ്ടത് ഇതിൻ്റെ തൊട്ട് മുകളിലത്തേതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി CF എന്ന് പറഞ്ഞതിൽ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ CF 40 കിട്ടി. ദെൻ ഫ്രീക്വൻസി ആ ഒരു ക്ലാസ്സിൻ്റെ നേരെയുള്ള ഫ്രീക്വൻസി, ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഇത്രയും ഭാഗത്തിലുള്ള ഫ്രീക്വൻസി, അതായത് ഫ്രീക്വൻസി ഏതാ, 36 ആണ്. സോ ഫ്രീക്വൻസി 36 കൊടുത്തു. ദെൻ H എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ ഡിഫറൻസ്, 30 to 40 എന്ന് പറയുമ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ, 10 അല്ലേ. സോ 10 ആണ് H. സോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. സോ 30 + 6.25 എന്ന് കിട്ടും. അതായത് 36.25 എന്ന് പറയുന്നതാണ് മീഡിയൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സീരീസിൽ. ഓക്കെ, സോ മീഡിയൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കിതാ ക്വാർട്ടൈൽസ് ഉണ്ട്, ഡിസൈൽസ് ഉണ്ട്, പെർസെൻറ്റൈൽസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഇതിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഓരോ പാഠത്തിൽ നിന്നും. എല്ലാ പാഠത്തിലെയും ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. PDF വേണ്ടവർ വാട്സപ്പ് ചെയ്യുക. നമ്മുടെ 2-day വർക്ക്ഷോപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.